നമസ്കാരം. CPM-നെ സ്വന്തം അണികൾക്കും നേതാക്കൾക്കും പോലും മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് 42 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. 42 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രദേശത്ത് നയിച്ചയാളാണ് മുല്ലശ്ശേരി മധു. അപ്പോൾ ഇത് നിസ്സാരമാണെന്നൊക്കെ ഗോവിന്ദൻ മാഷും മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് നേതാക്കളൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ പിടപ്പ് അവർക്ക് തന്നെ അറിയാം. കാരണം ഇനി ഈ ഓട്ട വീണ വള്ളം പോലെയായി മാറിയിരിക്കുകയാണ് CPM എന്ന് പലരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ സുരക്ഷിത താവളം തേടി പലയിടങ്ങളിലേക്കും പല കപ്പലുകളിലും ബോട്ടുകളിലും ഒക്കെ വലിഞ്ഞു കയറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഒരു പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഈ BJP-യിലേക്ക് CPM ഒരൊറ്റ കുഞ്ഞും BJP-യിലേക്ക് പോകില്ല. BJP-യിലേക്ക് പോകാൻ ഇവിടെ ഒരു പാർട്ടിയുണ്ട്. അത് BJP-യിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൽ നിന്നുള്ളവർ മാത്രമേ BJP-യിലേക്ക് പോകും. CPM-കാരന് ഒരുത്തരും BJP-ക്ക് പോകില്ല എന്നാണ് ഈ തൊട്ടടുത്ത ദിവസം വരെയും നേതാക്കന്മാർ ഇങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഓരോരോ നേതാക്കന്മാർ, അതും ഏരിയ കമ്മിറ്റി ഈ പറയുന്നത് ഇനിയിപ്പോൾ CPM വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ദോഷങ്ങൾ പറയും. ഒരുപാട് പണം ബിപിൻ സി ബാബു പോയി. അത് തന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറത്ത് ഇയാൾ വന്നു. ബിപിൻ സി ബാബുവും ഇതുപോലെ ഏരിയ കമ്മിറ്റി മെമ്പറും പിന്നെ ജില്ലാ കൗൺസിൽ അംഗവുമാണ്. അതിലുപരി പഞ്ചായത്ത് അംഗമാണ്. പാർട്ടി കുടുംബാംഗമാണ്. അമ്മ ഏരിയ കമ്മിറ്റി അദ്ദേഹത്തിന് എവനെക്കാലം വിപിനെക്കാലം നേതാവാണ് അമ്മ. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് ഒരു BJP-യിലോട്ട് പോയി. ഇപ്പോ പിന്നെ ഈ മധു മുല്ലശ്ശേരി പോയി. മുല്ലശ്ശേരി 42, ഇപ്പം സുരേഷ് പറയാൻ 42 വർഷം എന്ന് മാത്രമല്ല, അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നു 5 or 6 വർഷമായിരുന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് 8 വർഷം കണ്ടിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കണക്കൂട്ടൽ അങ്ങനെയാണോ? അപ്പൊ അത്രയും കാലം വലിയ പദവിയിലിരുന്ന ആളാണ്. അദ്ദേഹമാണ് നേരെ BJP-യിലേക്ക് പോവുകയും ഇന്ന് സുരേഷ് ഗോപിയും ഒക്കെ പിന്നെ ഷാൾ അണിയിച്ച്, അതായത് ഖദർ ഷാൾ അണിയിച്ച് BJP-യിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നാളെ സുരേന്ദ്രനിൽ നിന്ന് നേരിട്ട് മെമ്പർഷിപ്പ് വാങ്ങുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ BJP-കാരനാണ് ഇനി. കാരണം ഇത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളിനെ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളപ്പോൾ പോലും CPM-ലുള്ളപ്പോൾ പോലും ഞാൻ ബഹുമാനിച്ചിരുന്നു, അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് അന്ന് ഞാൻ പാർട്ടിപരമായിട്ട് അദ്ദേഹത്തിന് എതിർത്തെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തെ നയിച്ചുകൊണ്ട് പോകുന്ന രീതിയൊക്കെ വല്ലാതെ എന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ അതെന്തോ ആയിക്കോട്ടെ, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ലേക്ക് ഇനി എനിക്ക് തോന്നുന്നത് ഇത് ഒഴുക്കുണ്ടാകുമോ അതോ കുറേശ്ശെ പോകുമോ എന്നറിയില്ല. എന്നാലും CPM-നകത്ത് ഒരു പിന്നെ BJP മനോഭാവികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. CPM-നകത്തുണ്ട്, കുറേ കാലം കൊണ്ടേ ഉണ്ട്. നമുക്കറിയാലോ CPM-നകത്ത് കുറേ കാലം കൊണ്ട് BJP അനുഭാവികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരൊന്നും മിണ്ടാതെ അവർക്ക് പല ബാധ്യതയും ഉള്ളത് കൊണ്ടും പല ബന്ധങ്ങളുള്ളത് കൊണ്ടും അവർ പിന്നെ രംഗത്തിറങ്ങാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം വിട്ടിട്ട് അവർ രംഗത്തിറങ്ങി തുടങ്ങി. അത് പലരെയും അസംതൃപ്തിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഒരു മുതിർന്ന നേതാവാണ് G. സുധാകരൻ. അദ്ദേഹത്തെക്കുറിച്ച് അഴിമതി ആരോപണങ്ങളൊന്നും ഇതുവരെ ഉയർന്നു കേട്ടിട്ടില്ല. കാരണം ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഒരു നല്ലൊരു മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് പോലും വീടിന്റെ തൊട്ടടുത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ എത്ര നന്ദി കെട്ട ഒരു പാർട്ടിയാണ് ഇതെന്നുള്ള കാര്യം. ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ, കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആയുഷ്കാലം അദ്ദേഹത്തിന്റെ അനുജൻ രക്തസാക്ഷിയാണ് പാർട്ടിക്ക് വേണ്ടി. അങ്ങനെയുള്ള നിരവധി രക്തസാക്ഷികൾ ഉള്ളത് കൊണ്ടാണ് ഈ പാർട്ടി ഇന്നത്തെ നിലയിലായത്. ഇവിടെ പലരും ഇന്ന് അധികാരത്തിലിരിക്കുന്ന പലരും കല്ല് വെട്ടുന്ന മഴ കൊണ്ട് മറ്റുള്ളവരെ വെട്ടിക്കൊന്ന് ചോര ചിന്തിയ ചരിത്രമേ ഉള്ളൂ. അവരാരും തല്ലുകൊണ്ടിട്ടില്ല. ബ്രണ്ണൻ കോളേജിൽ പ്രത്യേക ആക്ഷനൊക്കെ കാണിച്ചു പറയുന്നതല്ലാതെ ആരും ബ്രണ്ണൻ കോളേജിന്റെ വരാന്ത പോലും കണ്ടിട്ടുള്ളതായി ആർക്കും അറിയില്ല. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ G. സുധാകരനെ പോലെയുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഈ AK ബാലനൊക്കെ നാണം കെട്ട്. AK ബാലൻ അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അതിലുപരി അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരൊക്കെ പറയുന്നത് വളരെ മാന്യനായ ഒരു വ്യക്തിയാണെന്നാണ്. പക്ഷേ നമ്മളൊക്കെ അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങൾ കണ്ട് മാത്രമേ ശീലമുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം എന്തിനേയും ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ കഴിപ്പണം കെട്ട് ന്യായീകരിക്കണം, തിരുവനന്തപുര ഭാഷയിൽ പറഞ്ഞത് കഴിപ്പണം കെട്ട് ന്യായീകരിക്കുന്ന ഒരു അടിമയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലായി നമ്മളൊക്കെ പഠിക്കാത്തത് വളരെ നല്ലതാണ്. എന്തിന് ലോ കോളേജിലൊക്കെ പോയിട്ടിരുന്നിട്ട് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ പിന്നെ കഴിപ്പണം കെട്ട് പിന്താങ്ങുന്നവരാണ് പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലോട്ട് പോകുന്നത്.
ബാലന്റെ കാര്യമൊന്നും നമുക്ക് വിശ്വസിക്കാനും നോക്കില്ല. ഇപ്പം ജി സുധാകരൻ ഈ ബി ഗോപാലകൃഷ്ണൻ ജി സുധാകരനെ പോയി കണ്ടിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ബി ഗോപാലകൃഷ്ണൻ പുറത്തിറങ്ങിയെന്നോട് പറഞ്ഞത് ജി സുധാകരന് പകുതി BJP മനസ്സാണെന്നാണ്, പകുതിയിലധികം BJP മനസ്സാണെന്നാണ്. CPM-ന്റെ നിലപാടുകളും ഒക്കെ ഈ തീവ്രവാദികൾ പാർട്ടിയിലോട്ട് കടന്നു കയറുകയും ചില പ്രത്യേക വിഭാഗങ്ങൾ മാത്രം പാർട്ടി നേതൃത്വങ്ങളിൽ എത്തുകയും ആ പാർട്ടിയെ അവര് കൈക്കലാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ജി സുധാകരൻ മൗനം പാലിച്ചു, അതിനെതിരെ ഒരു മിണ്ടിയില്ലെന്നാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എന്തുകൊണ്ട് എതിർത്തില്ല, എന്തുകൊണ്ട് അദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പറയുന്ന മാത്രമല്ല പകുതിയധികം മനസ്സ് BJP മനസ്സാണെന്ന് ഗോപാലകൃഷ്ണൻ പുറത്തുനിന്ന് പറഞ്ഞിട്ടും സുധാകരൻ അങ്ങനെ അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ വലിയ നേതാക്കളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ സുമേഷ്, നമ്മൾ ഈ മംഗലാപുരം വിഷയത്തിൽ നമ്മൾ കാണേണ്ട മറ്റൊരു ആംഗിളുണ്ട്. അത് നമ്മൾ ഒരു പക്ഷേ അത് ഈ CPM-നകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, അതായത് ഇതിനകത്ത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ മംഗലാപുരത്തിൻ്റെ ഇപ്പോഴത്തെ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച്. അതായത് ഈ കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി ആയിരുന്നു മംഗലാപുരം പ്രദേശവും മംഗലാപുരം ഏരിയ കമ്മിറ്റിയൊക്കെ പണ്ട് കഴക്കൂട്ട ഏരിയ കമ്മിറ്റി ആയിരുന്നു. അപ്പൊ കഴക്കൂട്ട ഏരിയ കമ്മിറ്റിയുടെ ഒരു DYFI-കാരനായ ഒരു യുവ നേതാവാണ് അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അയാളെ പുകച്ച് ചാടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 2018 കാലഘട്ടങ്ങളിലാണ്, ഏകദേശം 4-5 വർഷം മുമ്പ് തുടങ്ങിയതാണ് പറയുന്നത്. 4-5 വർഷം പോലെ അതിന് മുമ്പേ തുടങ്ങിയതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെ അവിടെ നിന്ന് ചാടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ നേതാവിനെ, അതായത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കഴക്കൂട്ട നേതാവിനെ ഒരു പെണ്ണ് കേസിൽപ്പെടുത്തി. പെണ്ണ് കേസിൽപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നുമല്ല, ഇയാള് ഈ പിന്നെ ഒരു സഹാത്തി കൂടിയായ ഒരു പെണ്ണിനെ ഗോവയിൽ വിനോദ് അല്ലേ, ഞാൻ പേര് പറയാത്തതാണ്. അപ്പോ പിന്നെ ഗോവയിൽ കൊണ്ടുപോയി ഗോവയിൽ ചെന്ന് അവിടെ വെച്ച് പിന്നെ പോലീസ് പിടിച്ചു. അവിടെ പിടിച്ച് ഒരു മണിക്കൂറുകൾ എത്തിയില്ല, 1 മണിക്കൂറിനകത്ത് തന്നെ കേരളത്തിൽ വലിയ വാർത്തയാക്കി. ഇതെല്ലാം തിരക്കഥയായിരുന്നു. ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അറിയാമോ, കോടിയേരി ബാലകൃഷ്ണന്റെ 1ാം ചരമവാർഷികത്തിന്റെ പിറ്റേന്നോ അന്നോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന് അദ്ദേഹം അന്ത്യാഭിലേഷം പറഞ്ഞെന്നും അത് പാർട്ടി നേതാക്കൾ ഇപ്പോഴുള്ള മാടമ്പി നേതാക്കളൊന്നും അതിന് വില കൊടുത്തില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ പിറ്റേന്നോ തൊട്ടടുത്ത ദിവസങ്ങളിലുമാണ് അവരുടെ വിനോദിനിയുടെ സഹോദരനെ ട്രിവാൻഡ്രം റെയ്ഡ് ചെയ്ത് ചീട്ട് കളിച്ച് അതിൻ്റെ വലിയ വാർത്തയാക്കി കളഞ്ഞത്. അവരുടെ രീതി അതാണല്ലോ. ഇത് ആലോചിക്കുക, ഇത് നമ്മൾ കാണുമ്പോൾ ഈ ഒരു നേതാവിനെ സ്കെച്ച് ചെയ്യുക എന്ന് നമ്മൾ പറയുമല്ലോ, ഈ കൊട്ടേഷൻ സ്കെച്ച് ചെയ്യും, അതുപോലെ സ്കെച്ച് ചെയ്തിട്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു തിരക്കഥ തയ്യാറാക്കി ഈ ഒരു വനിതാ സഹാത്തിയെ കൂടെ ചേർത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടിട്ട് ഗോവയെ കൊണ്ട് അത് അവർക്ക് പോർച്ചുഗൽ പാസ്പോർട്ട് എടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയി എന്നാണ് ഇപ്പൊ ഈ സഹാത്തി ഇപ്പൊ പറയുന്നത്. എന്തായാലും അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഈ പറയുന്ന പീഡനം നടത്തി എന്ന് പറയുമ്പോൾ കറക്റ്റ് പ്ലാൻഡ് ആയിരുന്നു. ഈ പ്ലാനിങ്ങിനോടുകൂടി ആണ് അവിടുത്തെ ഈ അധികാരങ്ങൾ, ഈ CPM-നകത്തുള്ള ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഈ അധികാരങ്ങളെല്ലാം ഇങ്ങനെ പങ്കുവയ്ക്കപ്പെട്ടത് അങ്ങനെയായിരുന്നു. അതൊരു കാര്യം. 2, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയതയുടെ കൂത്തരം, നമ്മൾ ഈ ആലപ്പുഴയിലാണ് ഏറ്റവും അധികം വിവാദം ഉണ്ടെന്ന് പറയുന്നത്, അതല്ല, ആലപ്പുഴയെക്കാളും 10 ഇരട്ടി ശക്തമാണ് തിരുവനന്തപുരത്തെ CPM-ലെ വിഭാഗീയത. ആനാവൂർ നാഗപ്പൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ നയങ്ങളും നടപടികളും നിയമങ്ങളും അനുസരിച്ചിട്ട് ഉടനെ തന്നെ അദ്ദേഹം ഏതെങ്കിലും വലിയൊരു പോസ്റ്റ് ഇരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് അയാൾ സെക്രട്ടറി ആയി കഴിഞ്ഞു. സെക്രട്ടേറിയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ പഴയ പോസ്റ്റ് ഉടൻ തന്നെ മാറ്റി പുതിയൊരാളിനെ കൊണ്ടുവരണം. പക്ഷേ 1 വർഷത്തിലധികം എടുത്തു, 1 വർഷത്തോളം എടുത്തു തിരുവനന്തപുരത്ത് ഒരു പാർട്ടി സെക്രട്ടറിയെ കൊണ്ടുവരാൻ, ആനാവനാപനെ മാറ്റാൻ. കാരണം അത്രയ്ക്ക് ഗ്രൂപ്പ് തർക്കമായിരുന്നു. പിന്നെ കടകംപള്ളിയുടെ നേതൃത്വത്തിൽ, ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, അതിനകത്ത് മേയറുടെ ഒരു പങ്ക്, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വല്ലാത്തൊരു ഈ പറയുന്ന ഈ ഗോവ സംഭവത്തിനകത്തും ഈ പറയുന്ന കടകംപള്ളി, ഈ പറയുന്ന ഗ്രൂപ്പുകളുടെ കൃത്യമായ കളികളുണ്ടെന്നും അതിനകത്ത് മുല്ലശ്ശേരിക്ക് നല്ല, ഇപ്പോൾ BJP-യിലേക്ക് പോയി ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുല്ലശ്ശേരിക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു എന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇവർ പിന്നെ ഈ മുല്ലശ്ശേരി ആദ്യ കാലഘട്ടങ്ങളിൽ അന്ന് കടകംപള്ളിയോടൊപ്പമായിരുന്നു. കടകംപള്ളി മന്ത്രിയായിരുന്നു, പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അപ്പം പിന്നെ കടകംപള്ളിയോടൊപ്പമായിരുന്നു. പിന്നീട് ഈ കുറേശ്ശെ മാറിയിട്ട് ഈ നാനാവൂർ അവിടുത്തെ ശക്തനായപ്പോൾ ഈ പിന്നെ മധു
ആനാവൂരിന്റെ ആളായിട്ട് മാറുന്നു. അങ്ങനെ ആനാവൂരിന്റെ ആളായിട്ട് മാറിയപ്പോൾ കടകംപള്ളിക്ക് ഇഷ്ടപ്പെടാതായി. കടകംപള്ളി ഇയാൾക്ക് എവിടെ ഇട്ട് പണി കൊടുക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പണി കൊടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് മറ്റു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒരു ദുഷിച്ച ഒരു പ്രവണത CPM-നകത്ത് ഇത്രയും ദുഷിച്ചു പോയ മാറിയ ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടും സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും സത്യം പറഞ്ഞാല് ഇത് ജീർണതയുടെ അങ്ങേറ്റം. അവർ ചെയ്യുന്ന എന്താണ്? ആദ്യം അവരൊരാളെ ലക്ഷ്യമിട്ടാൽ അയാളെ പട്ടിയാക്കും, പിന്നെ അയാളെ പേപ്പട്ടിയാക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. പേപ്പട്ടിയെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ മേനകാ ഗാന്ധി പോലും ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി. പിന്നെ ഒരുപാട് പേരുടെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടുത്തില്ല, കാരണം അധികാരം ഉള്ളത് കൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവനൊക്കെ നമ്മുടെയൊക്കെ ചരമവാർഷികങ്ങൾ ആഘോഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു രീതി ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഭരണം പോയി കഴിയുമ്പോഴറിയാം എന്താണെന്നുള്ള കാര്യം. കാരണം ഇപ്പോൾ പാർട്ടിയിലുള്ളവർ, അതായത് മനുഷ്യത്വമുള്ളവരൊക്കെ പാർട്ടി വിട്ട് പോയി കഴിഞ്ഞു. ബാക്കിയുള്ള കുറേ പേര് ഈ പറഞ്ഞതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നിശബ്ദരാണ്. ജി സുധാകരനെ പോലെയുള്ള പലരും നിശബ്ദരാണ്. മുതിർന്നൊരു നേതാവാണ് ഇടതുപക്ഷ CPI-യിലെ ദിവാരൻ സാർ, സി ദിവാരൻ. അദ്ദേഹം പോലും മിണ്ടാൻ ഭയപ്പെടുകയാണ്. അദ്ദേഹം ഒന്നും മിണ്ടുന്നതേ ഇല്ല. പന്ന്യൻ രവീന്ദ്രൻ മിണ്ടുന്നതേ ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കാനം രാജേന്ദ്രനേക്കാൾ ഗതികെട്ട ഒരു പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അത് CPI-യിലെ കാര്യം. ഇനി ഇതിലോട്ട് വന്നാലോ, CPM-ലേക്ക് വന്നാലോ, എല്ലാം കള്ളനും കൊള്ളക്കാരനും പീഡകനും മറ്റവനും. ഉദാഹരണത്തിന് ഇനി അതിന്റെ പേരിൽ കേസെടുക്കേണ്ട. ഉദാഹരണം പറഞ്ഞുതരാം. കാപ്പ കേസ് പ്രതിയെയാണ് പത്തനംതിട്ട ഈ വീണ ജോർജ്, അവിടുത്തെ ഉദയഭാനുവൊക്കെ മാലയിട്ട് സ്വീകരിച്ചത്. കാപ്പ കേസ് പ്രതിയെ. അതിനുശേഷം അയാൾ അതിൽപ്പെട്ട ഒരുത്തനെ വ്യാജ മദ്യവുമായിട്ട് എക്സൈസോ പോലീസോ മറ്റോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ നിരവധി കേസ്. എല്ലാ കേസും ആർഷോയുടെ കാര്യം മാത്രം എടുക്കുക. വിദ്യാർത്ഥി സംഘടനാ നേതാവാണ് ആർഷോ പോലും 2 വധശ്രമം ഉൾപ്പെടെ 1042-ലധികം കേസുകളിലെ പ്രതിയാണ്. അങ്ങനെയുള്ളവർക്ക് അരങ്ങ് വാഴുന്ന ഒരു കൊള്ളസങ്കേതം പോലെയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ CPM എന്നൊരു സംഘടന. ഇത് പലരുടെയും തലയിൽ, അതായത് വയലിലൊക്കെ പണിയെടുത്ത് മര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് കഞ്ഞി കുടിച്ച് കിടന്ന പാവങ്ങളുടെയൊക്കെ തലയിൽ വിപ്ലവം കുത്തി വെച്ചിട്ടാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. അവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു ഇതൊന്നും അലിഞ്ഞുപോയി. കാരണം അവർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യം. അവർക്ക് ചെങ്കൊടി, അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കരുനാഗപ്പള്ളിയിൽ 2 ദിവസം മുമ്പ് ആ സ്ത്രീ പറഞ്ഞത്. ഞങ്ങൾക്ക് ചെങ്കൊടിയും പ്രസ്ഥാനമാണ് വലുത്. ഇവിടെ ഈ പാർട്ടിയിൽ ഇപ്പോഴുള്ളത് പെണ്ണുപിടിയന്മാരും കള്ളന്മാരും ആണെന്ന് ഒരു പാർട്ടി അനുഭാവിയായ സാധാരണ സ്ത്രീ പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു സാധാരണ സ്ത്രീ അത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ നമ്മളെപ്പോലെ പുറത്തു നിൽക്കുന്ന ആൾ പറയുന്നതാണോ കുറ്റം? അപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ ഇതെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കാര്യം വരുമ്പോൾ ഇപ്പോൾ BJP, എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ഒരു പാർട്ടിയിൽ നിന്നതിന് ശേഷം അതെന്ത് കാരണം കൊണ്ടായാലും പിന്നീട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ ഞാൻ കാണുന്നത് ഇന്ന് വരെ ഒരാളെ അച്ഛ എന്ന് വിളിച്ചിട്ട് നാളെ മറ്റൊരാളെ അച്ഛ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് എൻ്റെ നിലപാടിൽ ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. ഒന്നാമത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് എൻ്റെ നിലപാടാണ്. കാരണം നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി, നമ്മളെപ്പോഴും ഇവിടെ ഇപ്പോൾ CPM-ൽ നിൽക്കുമ്പോൾ BJP-യെ കുറ്റം പറയുന്നു, BJP-യിൽ നിൽക്കുമ്പോൾ CPM-നെ കുറ്റം പറയുന്നു, കോൺഗ്രസിനെ കുറ്റം പറയുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം മറന്നിട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് തിരിച്ചു പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കഴിയില്ല, അത് ഉൾക്കൊള്ളാനും കഴിയില്ല. അതിനകത്ത് ചില അത് പോട്ടെ, നമ്മളെ വിഷയം അതല്ല. പക്ഷെ എന്തായിരുന്നാലും ഈ പാർട്ടിയെ ഇത്തരത്തിൽ അതിന് എന്തൊക്കെ കള്ളക്കേസ് എടുത്താലും എത്രയൊക്കെ പീഡിപ്പിച്ചാലും പറയാനുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഈ പാർട്ടിയെ, ഈ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നിരവധി പേർ, ഈ VS അച്യുതാനന്ദൻ മുതലുള്ള അങ്ങനെ ഒരുപാട് പേർ അവരുടെ ജീവനും ജീവിതവും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്തൊരു പാർട്ടിയാണ്. അതാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് കേരളത്തിൽ ഇത്രയധികം അധപതിച്ചത്. P. ശശി ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 പീഡന കേസിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെയാണ് P. K. ശശി. തീവ്രതയില്ലാത്ത പീഡനം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തീവ്രതയില്ലാത്ത പീഡനം. ഈ തീവ്രതയില്ലാത്ത പീഡനം എന്ന് കണ്ടുപിടിച്ച PK ശ്രീമതിയും AK ബാലനും പറയട്ടെ, എന്താണ് തീവ്രതയില്ലാത്ത പീഡനം എന്ന് അവർ തന്നെ ഒന്ന് വിശദീകരിക്കട്ടെ. എന്താണ് തീവ്രതയില്ലാത്ത പീഡനം? അപ്പോൾ അത്തരക്കാരുടെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഈ പാർട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. P. ജയരാജൻ അദ്ദേഹം ശുദ്ധനാണ്. അതുകൊണ്ട് അദ്ദേഹം പോലും പാർട്ടി അന്ന് ഈ പ്രകാശ് ജാവ്ദേക്കർ വഴിയെ പോയപ്പോൾ ആണെന്ന് ആരും വിശ്വസിക്കില്ല. ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെയും ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അതായത് പാർട്ടിക്ക് വേണ്ടി കാലാകാലം കോടിയേരി ബാലകൃഷ്ണനോട് പോലും കാണിച്ച ചതി, വഞ്ചന അല്ലെങ്കിൽ നന്ദികേട് നമുക്കറിയാം. അദ്ദേഹം മരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ
ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ എത്രയോ കൊല്ലം അദ്ദേഹത്തിന്റെ തട്ടകമായ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കാതെ പയ്യാമ്പലത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്തു. പിറ്റേന്ന് വെളുപ്പിന് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പത്നിയും മകളും ചെറുമകനും അടക്കമുള്ള ഉപജാപക സംഘം വിദേശ സർക്കിട്ടിന് പോയി. ആർക്കെങ്കിലും കഴിയൂ? നമുക്ക് പരിചയമുള്ള ഒരാൾ മരിച്ചാൽ പോലും നമുക്ക് മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് ഇറങ്ങിയെന്ന് വരില്ല. പക്ഷേ ഇദ്ദേഹത്തിന് പിണറായി വിജയൻ സാറിൻ്റെ കാര്യം നമ്മൾ പറയണ്ടല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും ഇത് ഈ ഒരു ശുഭസൂചനയാണ്, ഒരു ശുഭസൂചനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്കറിയാം വാഗ്ദാനങ്ങളും അനുനയങ്ങളും കൊണ്ട് ഇനി പാർട്ടി അണികളെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുപോലെ പൊതുജനങ്ങളും സഹികെട്ടിരിക്കുകയാണ്. കാരണം അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നാണല്ലോ. അപ്പോൾ അളമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ വാസനയുള്ളവരെയും കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെയും ഒക്കെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുപോലെയുള്ള ആൾക്കാർ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർ പാർട്ടി വിട്ട് മുന്നോട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതുമൊക്കെ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇപ്പോൾ CPM-നെ ന്യായീകരിക്കുന്ന നേതാക്കൾ പോലും BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ BJP-യിലേക്ക് പോകും, കോൺഗ്രസിലേക്ക് പോകാൻ അവർ BJP-ക്ക് പോവില്ല എന്ന് പറയും. കാരണം കോൺഗ്രസിലേക്ക് നിന്ന് കഴിഞ്ഞാലും ഇനി വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നറിയാം. അതുകൊണ്ട് BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടും എന്നുള്ളൊരു ധാരണയോടുകൂടി അങ്ങോട്ടേക്ക് തന്നെ പോകാം. എന്തായാലും ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സാംക്രമിക രോഗമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. അതായത് കൂത്താടി ഉള്ളിടത്ത്, ഈ മലിനജലം ഉള്ളിടത്തെ കൂത്താടി വളരും, അതുപോലെ ദാരിദ്ര്യമുള്ളിടത്തെ കമ്മ്യൂണിസം വളരും. ദാരിദ്ര്യം ഇല്ല, അല്പം ജീവിക്കാൻ വീടും മറ്റു കാര്യങ്ങളും വരുമാനവും ഒക്കെ ഉള്ള ഒരുത്തനും ഈ പറയുന്നതൊക്കെ ചെങ്കോളവും പിടിച്ചുകൊണ്ട് ഇങ്കുര വിളിക്കാൻ പോകില്ല. അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയം കാണുമായിരിക്കാം. അവർ BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ മറ്റു പാർട്ടിയിലോ ഒക്കെ വിശ്വസിക്കുന്നവരായിരിക്കാം. പക്ഷെ ജീവിക്കാൻ ഒരു അല്പമെങ്കിലും പാങ്ങുള്ളവൻ ഒരു കാരണവശാലും പോകില്ല. അതുകൊണ്ട് ഈ നമ്മളെന്താണ് ശുദ്ധജലത്തിൽ ഒരിക്കലും കൂത്താടി ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ ദാരിദ്ര്യവും ദാരിദ്ര്യം നശിച്ചാൽ തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് അറിയാവുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, CPM നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാകാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. പക്ഷേ ഇതൊരു ശുഭസൂചനയാണ്. ഇത്തരത്തിൽ നേതാക്കളൊക്കെ പ്രാദേശികമായി അവിടെ സ്വാധീനമുള്ള നേതാക്കളൊക്കെ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് ഒരു കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കമ്മ്യൂണിസത്തിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ പഴകി തേഞ്ഞൊരു ചെരുപ്പ് വീണ്ടും ഇട്ടുകൊണ്ട് നടക്കില്ലല്ലോ, ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ ആയി തീർന്നിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസം. പ്രത്യേകിച്ചും അതിനെ ഇങ്ങനെ ആക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് പിണറായി വിജയനാണെന്ന് എടുത്തു പറയാതെ വയ്യ. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും, അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല.